തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടായി മൂന്നാം നാൾ പ്രതികരണം പ്രസ്താവനയിൽ ഒതുക്കി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയോടെ പരിശോധിക്കും. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകും. തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ് ഇനിയെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായിട്ടും ഇടതുമുന്നണിയെ നയിച്ച പിണറായി വിജയൻ പ്രതികരിക്കാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഒടുവിൽ പ്രസ്താവനയിൽ പ്രതികരണം ഒതുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. UDFന് അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. LDFന് ഈ ജനവിധി അവസാന വാക്കല്ല, തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പുതിയ തുടക്കമാണെന്ന വാചകത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്തുമെന്ന സൂചന പിണറായി വിജയൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ ജാഗ്രതയുണ്ടാകും. ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കും. എന്നാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പിണറായി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാ സഖാക്കൾക്കും പറയാനുള്ളത് കേൾക്കും. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ പറയുന്നു. UDFും BJPയും ചില മാധ്യമങ്ങളുടെ നിലപാടും ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തോൽവി ഉണ്ടായതെന്നാണ് പിണറായി വിജയന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.